بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന ഫലസ്തീൻ പ്രാർത്ഥനാ സംഗമം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമലു സ്വാലിഹാത്തായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഗസയിലും പരിസര പ്രദേശങ്ങളിലും വലിയ പ്രയാസങ്ങൾ അവിടുത്തെ ജനത അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ലോകത്തെ പല ജനവിഭാഗങ്ങളും അവരുടെ ഐക്യദാർഢ്യപ്പെടുന്നതിന്റെ ഭാഗമായി നമ്മളും ഒരു ഐക്യദാർഢ്യ സംഗമം, ഒരു പ്രാർത്ഥനാ സംഗമം ഇവിടെ നടത്തിയിട്ടുള്ളത്. അയർലൻഡ് നോവലിസ്റ്റായ സാലി റൂണി, അതുപോലെ കനേഡിയൻ പത്രപ്രവർത്തക റോയിട്ടേഴ്സിന്റെ വലേറി സിംഗ്, ഇവരൊക്കെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഗസയുടെ കൂടെ നിൽക്കുകയും അതിന്റെ പേരിൽ ഏൽക്കുന്ന എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയും ചെയ്ത ആളുകളാണ്. അതേസമയം നമുക്കറിയാം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ വിശ്വാസിയല്ല എന്ന പ്രവാചക വചനം ആദർശമായി സ്വീകരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ നടുത്തളത്തിലാണ് ചോരയും ഉമിനീരും വറ്റി ഗസ പടഞ്ഞുകൊണ്ടിരിക്കുന്നത്. 22,000 ട്രക്കുകളാണ് റഫ ബോർഡറിൽ ഈജിപ്തിന്റെ അനുമതി കാത്തു നിൽക്കുന്നത്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ അനുമതി കിട്ടിയാൽ ഗസയിലെ ഉമിനീര് വറ്റുന്ന, ചോര വറ്റുന്ന ജനതക്ക് ഉന്മേഷവും ആവേശവും നൽകാൻ സാധിക്കും. പക്ഷേ അബ്ദുൽ ഫത്താഹ് സിസി വിചാരിക്കുന്നത് പ്രതാപം, അധികാരം, ശക്തി അമേരിക്കക്കും ഇസ്രായേലിനും ഇസ്രായേലിന്റെ സിൽബന്തികൾക്കുമാണ് എന്നാണ്. പക്ഷേ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീന വലകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഇസ്സത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനും റസൂലിനും വിശ്വാസികൾക്കുമാണ്. പക്ഷെ വലകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, കപടവിശ്വാസികൾക്ക് അത് മനസ്സിലാവൂല. അവരെപ്പോഴും വിശ്വസിക്കുക ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രതിയോഗികൾക്കാണ് ഇസ്സത്ത് എന്നാണ്. അതുകൊണ്ട് ഇസ്സത്തിന്റെ ഉടമസ്ഥർ ഗസയിലാണുള്ളത്. അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ, വിശ്വാസികളുടെ ദൗത്യം നിർവഹിക്കുന്ന ആളുകൾ. നമുക്കറിയാവുന്നതുപോലെ ധാരാളം പത്രപ്രവർത്തകർ ഗസയിൽ രക്തസാക്ഷികളായിട്ടുണ്ട്. 268 പത്രപ്രവർത്തകരാണ് ഇതുവരെ ഗസയിൽ രക്തസാക്ഷികളായിട്ടുള്ളത്. മുസ്തഫ അൽ ബർഗൂസി ഗസയിലെ ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് ലോകത്ത് ഒരു യുദ്ധങ്ങളിലും, ലോക ഭീകരയുദ്ധങ്ങൾ, 1-ാം ഭീകരയുദ്ധം, 2-ാം ഭീകരയുദ്ധം എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന ഒരു യുദ്ധത്തിലും ഇത്രയധികം പത്രപ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ ഈ അടുത്ത് അൽ ജസീറയിലെ മാധ്യമപ്രവർത്തകർ 5 പേര്, അതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 മാധ്യമപ്രവർത്തകർ, റോയിട്ടേഴ്സിന്റെയും അസോസിയേറ്റ് പ്രസിന്റെയും ഒക്കെ മാധ്യമപ്രവർത്തകർ രക്തസാക്ഷികളായി. അതിലേറ്റവും ഹൃദ്യമായ ഒരു കുറിപ്പ് അൽ ജസീറയുടെ പത്രപ്രവർത്തകൻ അനസ് ജമാൽ ഷരീഫ് എന്ന് പറയുന്ന പത്രപ്രവർത്തകന്റെ കുറിപ്പ് നമ്മളെല്ലാവരും മലയാളത്തിൽ തന്നെ വായിച്ച ആളുകളാണ്. അദ്ദേഹത്തോട് സഹപ്രവർത്തകൻ പറയുന്നുണ്ട്, നീ ഖത്തറിലോ തുർക്കിയിലോ മാറണം, നിന്റെ ജീവന് ഭീഷണിയുണ്ട്.
അതുകൊണ്ട് ഗസയിൽ നിന്ന് മാറണമെന്ന് പറയുമ്പോൾ അദ്ദേഹം സഹപ്രവർത്തകൻ അയച്ച വാട്സപ്പ് ടെക്സ്റ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അതിൽ പറയുന്ന ഒരു വാചകം, ലൻ അഖ്റുജ മിനൽ ഗസ്സ ഇല്ലാ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കല്ലാതെ ഞാൻ ഗസയിൽ നിന്ന് പുറത്തു പോവില്ല എന്നാണ്. അതാണ് അനസ് ഷരീഫ് എന്ന് പറയുന്നത്. ഈ അനസ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അനസ് ബിൻ നദർ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ആ സഹാബി ഉഹദിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോൾ ഉഹദിന്റെ മലയുടെ ഭാഗത്ത് സ്വർഗത്തിന്റെ ഗന്ധം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് രണാങ്കണത്തിലേക്ക് മുന്നേറിയ സഹാബിയാണ് അനസ് ബിൻ നദർ എന്ന് പറയുന്നത്. അനസ് ബിൻ നദറിന്റെ ദേഹത്ത് 110-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ആ അനസ് ബിൻ നദറിനെ നമുക്ക് 1400 വർഷങ്ങൾക്ക് ശേഷം കാണാൻ നമുക്ക് സാധിച്ചത് അനസ് ജമാൽ ഷരീഫ് എന്ന് പറയുന്ന അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകനിലൂടെയാണ്. ലൻ അഖ്റുജ മിൻ ഗസ്സ ഇല്ലാ ഇലൽ ജന്ന എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗസ്സയിൽ നിന്ന് ജന്നത്തിലേക്കല്ലാതെ, സ്വർഗത്തിലേക്കല്ലാതെ ഞാൻ യാത്ര പോവില്ല എന്നാണ്. ധാരാളം ആളുകളുണ്ട് രക്തസാക്ഷികളായ ആൾ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, അബ്ദുൽ അസീസ് സൂഫി, അബ്ദുൽ ജലീൽ സൂഫി എന്ന് പറയുന്ന ലോകത്തെ പ്രശസ്തരായ 2 കാരികളാണ്, ഖത്തറിലുള്ള ആളുകളാണ്. അപ്പൊ അബ്ദുൽ ജലീൽ സൂഫി എന്ന് പറയുന്ന ഖത്തറിലെ കാരി മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ്, ആ പിതാവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഖാലിദ് മിഷലും ഇസ്മായിൽ ഹനിയയും വരുന്നുണ്ട്. ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിയാവുന്നതിന് മുമ്പാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പിതാവ് അബ്ദുൽ അസീസ് സൂഫി എന്ന് പറയുന്ന പിതാവ് ഓടിച്ചെന്ന് ഖാലിദ് മിഷലിനെ ആലിംഗനം ചെയ്യാൻ, എന്നിട്ട് ഗസയിലെ വിശേഷങ്ങൾ ചോദിക്കാൻ, ഗസയിലെ രക്തസാക്ഷികളിൽ ആയ ആളുകളെ കുറിച്ച് അദ്ദേഹം ആവലാതി പറയുകയാണ്, വേവലാതി പറയാൻ, കരയുകയാണ്. സ്വന്തം മകൻ മരിച്ചിട്ട് അത് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന അതിഥികളാണ്. പക്ഷെ അദ്ദേഹത്തിന് മകനേക്കാൾ വലുത് ഗസയിലെ ആളുകളാണ് എന്ന് അദ്ദേഹം ഖാലിദ് മിഷലിനെ ആലിംഗനം ചെയ്ത് അത് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഖാലിദ് മിഷൽ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ബേജാറാവേണ്ടതില്ല, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രയാസവും നിങ്ങൾക്ക് തോന്നേണ്ടതില്ല. കാരണം എന്താണ്? വകൈഫ തസ്ബിർ വലാ മാ ലം തുഹിത് ബിഹി ഖുബറ ഇന്നക ലൻ തസ്തതിയ മഅയ സബറ. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നവരാണ്. ഖാലിദ് മിഷൽ ഇത് പാരായണം ചെയ്യുമ്പോഴാണ്, ഇത് ഇപ്പം ഇറങ്ങിയതാണ് നമുക്ക് തോന്നിയത്, അത് കുറെ മുമ്പ് ഇറങ്ങിയതുപോലെയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അപ്പൊ ഖാലിദ് മിഷൽ പറയുന്നത്, വകൈഫ തസ്ബിർ വലാ മാ ലം തുഹിത് ബിഹി ഖുബറ, നിങ്ങൾക്ക് അനുഭവമില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്കിത് അനുഭവമല്ല, ഞങ്ങൾക്കിത് അനുഭവമുണ്ട്. എന്റെ കൂടെ നിൽക്കുന്നത് ഗസയിലെ പ്രധാനമന്ത്രിയാണ്. ഗസയിലെ പ്രധാനമന്ത്രി ഖായിദു തുഫാൻ മർഹൂം ഷഹീദ് ഇസ്മായിൽ ഹനിയ. ആ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന വ്യക്തി ഗസയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. ഈ ഗസയിലെ പ്രധാനമന്ത്രിയും ഗസയിലെ 6 വയസ്സുകാരനായ ഒരു കുട്ടിയും ഞങ്ങളുടെ ഇടയിൽ ഒരേപോലെയാണ്. കാരണം എന്താണ്? വിശന്ന് 3 ദിവസം കഴിയുമ്പോൾ റൊട്ടിക്കഷ്ണം UN അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന സന്ദർഭത്തിൽ ക്യൂ നിന്ന് വാങ്ങിയ കുട്ടി തൊട്ടപ്പുറത്ത് എത്തുമ്പോൾ കഴിഞ്ഞു പോയാൽ, തീർന്നു പോയാൽ, ആ കുട്ടിയുടെ പാത്രത്തിന് പിന്നിൽ നിൽക്കുന്ന കുട്ടി ഒരിക്കലും കൈയിട്ട് വാരില്ല. 3 ദിവസമായി ഭക്ഷണം കഴിച്ചാലും ഈ ഔചിത്യവും ഔന്നിത്യവും കാത്തു സൂക്ഷിക്കുന്നതിൽ 6 വയസ്സുകാരനായ കുട്ടിയും ഗസയിലെ പ്രധാനമന്ത്രിയും ഒരുപോലെയാണ്. ഇതെങ്ങനെ സാധിച്ചു എന്നല്ലേ? മാലം തുഹിത് ബിഹി ഖുബറ. ഞങ്ങള് 7-7.5 പതിറ്റാണ്ട് കാലമായി ഇതാ ജനതയെ പരിശീലിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുള്ള ഒരു കാര്യവും ഞങ്ങൾക്കൊരു പ്രയാസമുള്ള കാര്യമല്ല. ഇന്നക ലൻ തസ്തതിയ മഅയ സബറ. നിങ്ങൾക്ക് ഓരോ വാർത്ത കേൾക്കുമ്പോൾ അത് സഹിക്കാനും അതുപോലെ ക്ഷമിക്കാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ ഞങ്ങൾക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അള്ളാഹുവിന്റെ ആ വിഭവത്തിന്, ഗിഫ്റ്റിന് വേണ്ടി നമ്മളും വിലപിടിപ്പുള്ളത് ത്യജിക്കണം. നമ്മൾ വിലപിടിപ്പുള്ള കാര്യം ത്യജിച്ചാൽ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് അല്ലാഹു തരും. അള്ളാഹുവിന്റെ ഗിഫ്റ്റുകളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് അലാ ഇന്ന സിൽഅത്തല്ലാഹി ഹിയൽ ജന്ന, സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം രക്തസാക്ഷികളാക്കേണ്ടി വരുന്നത്. കാരണം ഞങ്ങൾ സ്വർഗത്തിന് വേണ്ടി വിലപിടിപ്പുള്ളത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ സമാശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രക്തസാക്ഷികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന യഹ്യ സിൻവാർ, അബു ഇബ്രാഹിം യഹ്യ സിൻവാർ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഉസ്താദ് ഈ മസ്ജിദുൽ അഖ്സ
കാണാൻ വേണ്ടി മദ്രസയിൽ ഞങ്ങൾ ടൂർ പോയി. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കാഞ്ഞൂന് സബയാർത്തി ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ മസ്ജിദുൽ അക്സയിലേക്ക് ടൂർ പോയി. മദ്രസയിൽ നിന്ന് ടൂർ പോയതാണ്, ചെറിയ കുട്ടിയാണ്. അപ്പൊ മദ്രസയിൽ നിന്ന് ടൂർ പോയ സന്ദർഭത്തിൽ അക്സയുടെ പ്രത്യേകത ഉസ്താദ് ഇങ്ങനെ വിവരിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു, ലോകത്തെ അമ്പിയാക്കളെല്ലാം വന്ന് നിസ്കരിച്ച ഏക പ്രദേശമാണ് മസ്ജിദുൽ അക്സ എന്ന് പറയും. ലോകത്തെല്ലാ അമ്പിയാക്കളും വന്ന് നമസ്കരിച്ച സ്ഥലമാണ്. മറ്റൊന്ന് ഇസ്രായിന്റെ കേന്ദ്രമാണ് മസ്ജിദുൽ അക്സ. ആ ഇസ്രായിന്റെ കേന്ദ്രത്തിന്റെ പ്രസിദ്ധി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് യാത്ര നടത്തിയത് മസ്ജിദുൽ അക്സയിൽ നിന്നാണ്. എന്നിട്ട് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു, മസ്ജിദുൽ അക്സ വഴിയല്ലാതെ ഭൂമിയിൽ ഒരാൾക്കും സ്വർഗത്തിലേക്ക് യാത്ര നടത്താൻ കഴിയില്ല. ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. ചെറിയ കുട്ടിയാണ് ഞാൻ. ലോകത്തൊരാൾക്ക് സ്വർഗത്തിലേക്ക് യാത്ര നടത്താൻ ഉദ്ദേശിച്ചാൽ അയാളുടെ ഭൂമിയിൽ ഇടത്താവളം മസ്ജിദുൽ അക്സയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്സല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഈ മസ്ജിദുൽ അക്സയാണ് ത്തിലേക്കുള്ള ഇടത്താവളമായി ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ ഭൂമിയിലെ മനുഷ്യന്റെ ഇടത്താവളമാണ് മസ്ജിദുൽ അക്സ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മസ്ജിദുൽ അക്സയുടെ മോചനത്തിനു വേണ്ടി ഞങ്ങള് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചില ആളുകൾ പറയുന്നത് ഹമാസിന്റെ ഒക്കെ നേതാക്കന്മാര് സുഖിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുകയാണ്, അവര് ഈ സാധാരണക്കാരെ പോരാട്ടത്തിന് കൊടുത്ത് അവര് സുഖസൗകര്യങ്ങളോടെയും ആഡംബരങ്ങളോടെയും ജീവിക്കാണെന്നാണ്. ആരെ കുറിച്ചാ പറയുന്നത്? അബൂ ഇബ്രാഹിം യഹ്യ സിൻവാറിനെ കുറിച്ചാണ്. യഹ്യ സിൻവാർ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്ന ഫലസ്തീനികൾ പുറത്തുവിട്ടല്ല, ഇസ്രായേൽ പുറത്തുവിട്ടതാണ്, മാധ്യമ പ്രവർത്തകർ പുറത്തുവിട്ടതാണ്. 72 മണിക്കൂറായി ഭക്ഷണം ഉള്ളിൽ ചെന്നിട്ട് എന്നാണ് അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ വെച്ചാണ് യഹ്യ സിൻവാറിന്റെ രക്തസാക്ഷിത്വം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ, രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ രക്തസാക്ഷികളിൽ പ്രധാനമായും കായിക താരങ്ങൾ, ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ, 800-ലധികം കായിക താരങ്ങൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാർ രക്തസാക്ഷികളായ സ്ഥലമാണ് ഗസ എന്ന് പറയുന്നത്. അതിലെ ഫലസ്തീനു വേണ്ടി ദേശീയ ടീമിൽ കളിച്ച ആളുകളുണ്ട്. അല്ലാം അബ്ദുല്ല അൽ അമൂറിനെ പോലെയുള്ള കാൻ യൂനിസിൽ ഭക്ഷണം അന്വേഷിക്കുന്നതിനിടയിലാണ് ഭക്ഷണത്തിനു വേണ്ടി പുറത്തേക്കിറങ്ങി യാത്ര നടത്തുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം രക്തസാക്ഷിയാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കറിയാം. നേരത്തെ ഇന്നലെ മരിച്ച മുഹമ്മദ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകന്റെയും അവരെ വിവാഹം നിശ്ചയിച്ച ഹലാവുസ്ഫൂർ എന്ന് പറയുന്ന അവരുടെ പ്രതിശുദ്ധ വധുവിന്റെയും കഥകള് നമുക്ക് വായിക്കാൻ കഴിയും. അവര് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വധുവിന് ഗിഫ്റ്റായി കൊടുത്തത്, വരൻ വധുവിന് ഗിഫ്റ്റായി കൊടുത്തത് ഒരു പാക്ക് കുബൂസാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ഗസയില് 4-5 കുബൂസ് എന്ന് പറയുന്നത്. ഖുബ്സ് എന്ന് നമ്മൾ പറയുന്ന റൊട്ടി അവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സമ്മാനമായി കൊടുക്കാൻ പറ്റുന്ന വിലപിടിപ്പുള്ള ഒരു സാധനമായി മാറിയിരിക്കുകയാണ്. അത്രയും പട്ടിണി അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഷഹീദ് അഡ്വക്കേറ്റ് അബൂ ഫിറാസ് നിയമവിദഗ്ധനാണ്. അബൂ ഫിറാസ് ആണ് കഴിഞ്ഞ ദിവസം രക്തസാക്ഷിയായ അബൂ ഫിറാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒറ്റക്ക് ഏകനായി, അദ്ദേഹം ഗസാം ബ്രിഗേഡിയറിന്റെ കമാൻഡർഷിപ്പിലുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം ഒറ്റക്ക് ഒരു ടാങ്കിനോട് മർക്കാവ ടാങ്കിനോട് ഒന്നിച്ച് യുദ്ധം ചെയ്യാണ്. ധാരാളം സൈനികരുണ്ട്, വലിയ ടാങ്ക് ഉണ്ട്. പക്ഷേ ആ സംവിധാനത്തിന്റെ അടുത്തേക്ക് അവർ പോവാൻ ഒറ്റക്ക് അദ്ദേഹം പോരാടുകയും ധാരാളം ആളുകളെ കൊല്ലുകയും അങ്ങനെ രക്തസാക്ഷിയാവുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അഡ്വക്കേറ്റ് അബൂ ഫിറാസ് എന്ന് പറയുന്ന നിയമവിദഗ്ധനായ വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ നമ്മൾ ഖന്തഖ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാട്ടുപാടിയിട്ടാണ് യുദ്ധം ചെയ്ത്. ആ ഈരടികൾ പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്നത് ലൗല അൻത മഹ്തദൈന വലാ തസദ്ദഖന വലാ സല്ലൈന വഅൻസിലൻ സകീനതൻ അലൈന വസബ്ബിതിൽ അഖദാമ ഇല്ലാ ഖീന എന്ന് നമ്മൾ പിന്നീട് കേൾക്കുന്നത് ഈ പോരാട്ടത്തിലാണ്. ഈ കവിത ചൊല്ലി ഈ പാട്ടുപാടിയിട്ടാണ് അവര് ഇസ്രായേൽ സൈന്യത്തിനെതിരെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്, ഖന്തഖ് ഒരു പ്രതീകമാണ് നമുക്കറിയാം, ആ ഖന്തഖിന്റെ അതേ പ്രതീകം പുനരാവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗസയിലെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ആളുകൾ, ഒന്നാമത് മാധ്യമ പ്രവർത്തകർ, ഇത്രയധികം രക്തസാക്ഷികളായ വേറൊരു യുദ്ധമില്ല. UN വളണ്ടിയർമാർ, 100-ലധികം UN വളണ്ടിയർമാർ കൊല്ലപ്പെട്ട യുദ്ധമാണ്. ലോക ചരിത്രത്തിൽ ഒരു UN വളണ്ടിയർ കൊല ചെയ്യപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാം. ലോക രാജ്യങ്ങളുടെ നിലപാട് എന്താവും. പക്ഷെ 100 കണക്കിന് UN വളണ്ടിയർമാർ UN ക്യാമ്പിൽ വളണ്ടിയർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൊല ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അത് നമുക്കറിയാം, രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അവരുടെ വലിയൊരു വികാരമാണ്. ആ വികാരം ഷെയ്ഖ് ഹനിയയെ നമുക്ക് അറിയാം. ഷെയ്ഖ് ഹനിയ അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തെ തേടി വരുമ്പോ വാതിൽ തുറക്കുന്നത് മർഹബൻ ബിഷഹാദ എന്ന് പറഞ്ഞുകൊണ്ടാണ്, രക്തസാക്ഷിത്വത്തിന് സ്വാഗതമെന്നാണ്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അബ്ദുസ്സലാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ ഒരു കുറിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം പ്രസിദ്ധീകരിച്ചതാണ്. ആ കുറിപ്പില് പിതാവിനെ കുറിച്ചുള്ള ഹൃദ്യമായ സ്മരണകൾ നമുക്ക് കാണാൻ കഴിയും. പിതാവ് വീട്ടിലേക്ക് വാതിൽ തുറക്കുമ്പോ മർഹബൻ ബിഷഹാദ എന്ന് പറഞ്ഞിട്ടാണ് വാതിൽ തുറക്കുക. ഷഹാദത്തിന്, രക്തസാക്ഷിത്വത്തിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വത്തെ സ്വാഗതം ചെയ്യാൻ പിതാവിനോട് മൂത്ത മകൻ എന്ന നിലയിൽ അബ്ദുസ്സലാം പറയും, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, വീടിന്റെ ജനലിന്റെ അടുത്ത് നിങ്ങൾ ഒരിക്കലും കടന്നുറങ്ങരുത്. ഏതെങ്കിലും ഖത്തറിലായാലും തുർക്കിയിലായാലും ഏത് രാജ്യത്തും നിങ്ങൾ കടന്നുറങ്ങിയാൽ നിങ്ങളുടെ ജീവൻ ഭീഷണിയായ ഒരുപാട് ചാരവലയങ്ങൾ ഇസ്രായേലിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പൊ അദ്ദേഹം മകനെ പിടിച്ചിരുത്തിയിട്ട് പറയാൻ, 62 വയസ്സായി എനിക്ക്, ഞാൻ എന്ന് പറയുന്നത് 62 വയസ്സ് വരെ ജീവിച്ചു, ഇനി ഞാൻ ചിലപ്പോ കുറച്ചു കാലം കൂടി ജീവിക്കാം, പക്ഷെ അതിനിടയിൽ മരണപ്പെടുകയും ചെയ്യാം. വെറുതെ മരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം രക്തസാക്ഷിത്വമാണ്. അതുകൊണ്ട് നീ രക്തസാക്ഷിത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉമ്മയെ വിളിച്ചിട്ട് പറയും, എന്റെ ഉമ്മ അവരെ പറയും ഉമ്മുൽ അബദ് എന്നാണ് പറയാ. അവരെ വിളിച്ചിട്ട് പറയും, നീ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അവര് പറയും, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങളുടെ കാലിന്റെ കൂടെ എന്റെ കാലും കൂട്ടിക്കെട്ടണമെന്നാൽ നിങ്ങളുടെ കൂടെ രക്തസാക്ഷിയാവാൻ എനിക്കും ആഗ്രഹമുണ്ട്. കാരണം 3 മക്കള്, ചെറിയ കുട്ടികളെ 3 മക്കളും രക്തസാക്ഷികളാൽ. ഫലസ്തീനിലെ ഒരു കുടുംബം, ഏറ്റവും കൂടുതൽ രക്തസാക്ഷിത്വം ഭരിച്ച കുടുംബമാണ് ഹനിയ കുടുംബം എന്ന് പറയുന്നത്. 73 ആളുകളാണ് ഹനിയ കുടുംബം രക്തസാക്ഷികളായിട്ടുള്ളത്. അതിൽ ഷെയ്ഖ് ഇസ്മായിൽ ഹനിയയുടെ 3 കുട്ടികളും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്ന ഉമ്മയും ഉപ്പയും അവരുടെ സംസാരങ്ങളിൽ, സല്ലാപങ്ങളിൽ, അതുപോലെ തന്നെ അവരുടെ സംസാരങ്ങളിലെല്ലാം ഈ രക്തസാക്ഷിത്വത്തെ കുറിച്ചാണ് ഞങ്ങൾ വീട്ടുകളിൽ നിന്ന് കേൾക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ ഹാഫിൽ വസീം എന്ന് പറയുന്ന ഹാഫിളാണ്, മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. ഷെയ്ഖ് ഹനിയയും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വസീമിനെ കൊണ്ട് നടക്കും. ആ വസീം ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും ഷെയ്ഖ് ഹനിയയുടെ കൂടെ ഉണ്ടാകും. എന്നിട്ട് വസീം ഖുർആനിന്റെ വരികൾ ഇങ്ങനെ പാരായണം ചെയ്യും. ഹിഫ്ള് ചെയ്ത ആളാണ്. അപ്പൊ അതിന്റെ മറുഭാഗം ഇസ്മായിൽ ഹനിയ പാരായണം ചെയ്യും. തന്റെ ഹിഫ്ള് പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് ഷെയ്ഖ് ആഫിൽ വസീമിനെ കൂടെ കൊണ്ട് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്യൂരിറ്റിയാണ്, അംഗരക്ഷകനാണ്. അദ്ദേഹം രക്തസാക്ഷിയാവുന്ന യാത്രയാണ് ടെഹ്റാനിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര. ആ ടെഹ്റാനിൽ അദ്ദേഹം എത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം താമസിക്കുന്ന റൂമിന്റെ പുറത്ത് അംഗരക്ഷകർ വസീമിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വസീം, നീ എത്ര സുന്ദരനാണ്, നീ ഗസയിലായിരുന്നെങ്കിൽ എപ്പോഴോ രക്തസാക്ഷിയായേനെ എന്ന് പറയുക. അപ്പൊ വസീം അവരോട് പറയുന്നത്, എനിക്ക് രക്തസാക്ഷിത്വത്തിന് ആഗ്രഹമുണ്ട്, എന്റെ രക്തസാക്ഷിത്വത്തിനു വേണ്ടി നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. ഇത് പറഞ്ഞുകൊണ്ട് വസീം നേരെ പോകുന്നത് ഷെയ്ഖ് ഹനിയയുടെ റൂമിലേക്കാണ്. വിശുദ്ധ ഖുർആൻ എടുത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. 2 ഹനിയയുടെ കൂടെ മരണപ്പെട്ട രക്തസാക്ഷിയായ ഒരാൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ ഹാഫിൾ അൽ വസീം എന്നാണ്. വസീമിന്റെ ഒരു കൈയിൽ വിശുദ്ധ ഖുർആൻ പിടിച്ച നിലയിലാണ് അദ്ദേഹത്തിന്റെ ബോഡി, രക്തസാക്ഷിയായ ബോഡി ലോകത്തുണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിത്രങ്ങളിൽ, പത്രങ്ങളിൽ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ വായിച്ച കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വത്തോട് വളരെ അഭിനിവേശമുള്ള, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈമാൻ സഹബൂത്തി എന്ന് പറയുന്ന ഈ വളണ്ടിയർഷിപ്പ് തൂഫാൻ ലക്സ് ആരംഭിച്ചത് മുതൽ ഗസയിൽ വളണ്ടിയർഷിപ്പ് നടത്തിയിരുന്ന നഴ്സ്, അവര് ഈ ആളുകളെ, ഈ രക്തസാക്ഷികളായ ആളുകളെ ധാരാളം ചികിത്സിച്ചു കൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ അവർ ലോകത്ത് വെളിപ്പെടുത്തുകയാണ്. അൽ ജസീർ പോഡ്കാസ്റ്റ് ഉണ്ട്. ഈ പോഡ്കാസ്റ്റിൽ അവരുടെ അനുഭവങ്ങൾ അവരിപ്പോ തുർക്കിയിലാണ് ജീവിക്കുന്നത്. തുർക്കി അവര് ഈമാൻ വിശദീകരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, രക്തസാക്ഷികളുടെ മയ്യത്തു നിന്ന് ഞങ്ങൾ കസ്തൂരിയുടെ ഗന്ധം അനുഭവിച്ചിരുന്നുവെന്നാണ്. ചെറിയ കുട്ടികൾ, ആ ചെറിയ കുട്ടികൾ രക്തസാക്ഷികളായി വീണ് കിടക്കുന്ന കുട്ടികളെ അവരുടെ മുഖത്തിനൊരു കേടും പറ്റാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങളായി ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക്, ടെന്റിലേക്ക് വരുന്ന കുട്ടികളെ ഞങ്ങൾ കാണാറുണ്ട്. അവർ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ കിടപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഏകദേശം 6 വയസ്സിന് താഴെയുള്ള 24,000-ഓളം കുട്ടികളാണ്
ഗസയിൽ രക്തസാക്ഷികളായത്. ഇത് ലോകത്തെ ഏത് യുദ്ധങ്ങളെക്കാളും വലിയൊരു എമൗണ്ടാണ് എന്ന് പറഞ്ഞാൽ അത്രയധികം കുട്ടികൾ, ചെറിയ കുട്ടികൾ കൊല ചെയ്യപ്പെട്ട യുദ്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇത്രയധികം കുട്ടികൾ കൊല ചെയ്യപ്പെടുകയാണ്. ആ കൊല ചെയ്യപ്പെടുന്ന കുട്ടികള് എത്ര ആത്മവീര്യമുള്ള ആളുകളാണ്, നിശ്ചയദാർഢ്യമുള്ള ആളുകളാണ്. വടക്കൻ ഗസയിലെ മറിയം എന്ന് പറയുന്ന 7 വയസ്സുകാരിയായ ഒരു കുട്ടിയോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്. അവർ മുന്നിൽ ഇങ്ങനെ കരഞ്ഞ ഒരു വീഡിയോ അതിന്റെ മുമ്പ് വന്നിരുന്നു. ആ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ തന്റെ ഉമ്മയെയും ഉപ്പയും ഓർത്തുകൊണ്ട് ആ കുട്ടി കരയാണ്. ഉപ്പ രക്തസാക്ഷിയാണ്, ഉമ്മ രക്തസാക്ഷിയാണ്, 2 സഹോദരങ്ങളും രക്തസാക്ഷിയാണ്. പെരുന്നാളിന്റെ മുമ്പ് ഇറങ്ങിയ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവർ പറയുന്നത്, എനിക്ക് ഇനി പെരുന്നാളിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിത്തരാൻ ഉപ്പയില്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഉമ്മയില്ല, കൂടെ കളിക്കാൻ സഹോദരന്മാരുമില്ല. അപ്പോൾ അതിന്റെ പേരിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് അവർ ചോദിക്കാൻ, ഇങ്ങനെ ഈ വിഷമം, ബുദ്ധിമുട്ട്, പ്രയാസം മറക്കാൻ നീ എന്താണ് മകളെ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ആ മകള് പറയുന്നത്, ഞാൻ ഓരോ 6 ദിവസം കൂടുമ്പോഴും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുമെന്നാണ്. ഓരോ 6 ദിവസത്തിനുള്ളിലും ഖത്മുൽ ഖുർആൻ ചെയ്യുമെന്നാണ്. അപ്പൊ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ളിടത്ത് രക്തസാക്ഷിത്വത്തെ ആഗ്രഹിക്കുന്നു. ഇസ്ലാമികമായ ഒരു ജീവിതത്തെ വലിയ രീതിയിൽ, ലോകത്തിന് തുല്യതയില്ലാത്ത രീതിയിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നു. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇസ്മായിൽ ഹനിയ ജീവിച്ച ആ സമയത്ത് ജീവിച്ചു വന്നതാണ്. യഹ്യ സിൻവാർ ജീവിച്ച ലോകത്ത് നമ്മൾ ജീവിച്ചു വന്നതാണ്. അതുപോലെ തന്നെ ഖാലിൽ മുസ്സൽ ജീവിച്ച ലോകത്ത് നമ്മൾ ജീവിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതുപോലെയുള്ള അനേകം മനുഷ്യർ അവർ ജീവിച്ച അതേ. നമുക്കറിയാം ഹസൻ സലാമ എന്ന് പറയുന്ന ഫലസ്തീനി പോരാളിയുണ്ട്. 13 വർഷമാണ് ഇസ്രായേലിന്റെ തടവറയിൽ ഉണ്ടായിരുന്നത്. ആ തടവറയിൽ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹംസത്തു ആലാഫി യൗമിൻ ഫി ആലമിൽ ബർസഖ് എന്ന് പറയുന്ന. ആലമുൽ ബർസഖ് എന്നാണ് ഇസ്രായേലിലെ ജയിലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. കാരണം 4 അടി പൊക്കമുള്ള ഒരു കബറ് പോലെയാണ്. അതിലേക്ക് ഒരു തടവുകാരനെ എപ്പോഴെങ്കിലും പുറത്തിറക്കും, പിന്നീട് അതിലേക്ക് ഒരു പെട്ടി പോലെ, ഒരു ബോക്സ് പോലെയുള്ള സാധനമാണ്, അതിലേക്ക് ആളുകളെ കയറ്റും, എന്നിട്ട് എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറക്കുമെന്നാണ്. അങ്ങനെ ഈ ബോക്സിന്റെ ഉള്ളിലും ഇടുങ്ങിയ തടവറയിലും 13 കൊല്ലം ജീവിച്ചപ്പോ ഹസൻ സലാം എഴുതിയ പുസ്തകമാണ് ഖംസത്തു ആലാഫി യൗമിൻ ഫി ആലമിൽ ബർസഖ് എന്ന് പറയുന്നത്. ഖബറിലെ 13 വർഷങ്ങൾ, 5000 ദിവസങ്ങൾ എന്നാണ് പറയുന്നത്. എത്ര ക്രൂരമായ പീഡനങ്ങളാണ് അവർ ഏറ്റുവാങ്ങിയെന്ന് നമുക്കറിയാം. അങ്ങനെ ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ രക്തസാക്ഷിത്വം ആഗ്രഹിച്ച്, അതുപോലെ നമുക്കറിയാവുന്നതുപോലെ അവരുടെ വലിയ നിശ്ചയദാർഢ്യം ഗസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതൽ മുടക്കാണ്. നമുക്ക് ലോകത്തുനിന്ന്, ഗസയിൽ നിന്ന് പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും അതാണ്. നിശ്ചയദാർഢ്യം, വിശ്വാസം, ആത്മാഭിമാനബോധം, ആത്മവിശ്വാസം, ഇതൊക്കെ ആ ജനത ഇപ്പോഴും പോരാട്ടത്തിലൂടെ ലോകത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മള് സെർബിയയിലെ വംശഹത്യയുടെ വർഷങ്ങൾ ആഘോഷിക്കുകയുണ്ടായി, വാർഷികം ആഘോഷിച്ചു. അവിടുത്തെ ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, സെർബിയയിലെ ആളുകളുടെ ബോഡിയുടെ അവശിഷ്ടങ്ങൾ കാടുകളിൽ നിന്നും ശ്മശാനങ്ങളിൽ നിന്നും ശേഖരിച്ച് ഇസ്ലാമിക വിധി പ്രകാരം മയ്യത്ത് കുളിപ്പിച്ച് വീണ്ടും അതിനെ മറമാടുകയാണ്. അതിന്റെ അസ്ഥികളൊക്കെ എടുത്തിട്ട്. കാരണം അന്ന് വെട്ടിമുറിച്ച ആളുകൾ പല ഭാഗങ്ങളിലായി പോയ അത് ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സെർബിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സെർബിയയിലെ എത്ര മനുഷ്യരാണ്, 8000-ലധികം മനുഷ്യരെ ഒറ്റ ദിവസം കൊല ചെയ്ത, അതിനിഷ്ഠൂരമായി കൊല ചെയ്ത വംശഹത്യ നമുക്കറിയാം. പക്ഷെ സെർബിയയിൽ അതിനെ തോതിപ്പിക്കുന്ന ഒരു വംശഹത്യയാണ് ഗസയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗസയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഗസയിൽ ചെറുത്തുനിൽപ്പുണ്ട് എന്നാണ്, മുക്കാവമകളുണ്ട് എന്നതാണ്. മുക്കാവമ എന്ന് പറയുന്ന ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് ലോകത്തെ ഏത് സൈനിക സന്നാഹത്തെയും അത്ഭുതപ്പെടുത്തുന്ന ചെറുത്തുനിൽപ്പാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത്, നേരാവണ്ണം ഭക്ഷണമില്ലാത്ത ഒരു ജനത, എല്ലാ സംവിധാനങ്ങളും ഉപരോധിക്കപ്പെട്ട ഒരു ജനത, അതുപോലെ തന്നെ അവരുടെ എല്ലാ ഭവനങ്ങളും പള്ളികളും, ഏകദേശം 1000-ഓളം ചെറുതും വലുതുമായ പള്ളികളുടെ നഗരമാണ് ഗസ. ഗസയിലെ മേൽവിലാസം പോലും ജനിച്ച മനുഷ്യൻ പറയാ, എന്റെ ഇനീഷ്യൽ എന്ന് പറയുന്നത് ഇന്ന പള്ളിയുടെ ചാര എന്നാണ്. പള്ളിയോട് ചേർത്ത് മേൽവിലാസമുള്ള ലോകത്തെ ജനതയാണ് ഗസ എന്ന് പറയുന്നത്. പള്ളി ഒഴിവാക്കിയുള്ള ഒരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള മനുഷ്യർ, മറ്റേ തകർന്ന പള്ളികളെല്ലാം തകർന്നു പോയല്ലോ എന്ന് വിലപിക്കാതെ ആ പള്ളികളെ എല്ലാ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ജുമാ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇശാ നമസ്കാരം നടക്കുന്നുണ്ട്, മഗ്രിബ് നമസ്കാരം നടക്കുന്നുണ്ട്. അവിടെ വന്ന ആളുകൾ നിസ്കരിക്കുന്നു. ഒഴിഞ്ഞ സ്ഥലത്ത് മണ്ണിൽ സുജൂദ് ചെയ്തുകൊണ്ട് തങ്ങളുടെ പള്ളിയുടെ ഓർമ്മകൾ അവർ പൂർത്തീകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയോടും ഖുർആനിനോടും അവർ കാണിക്കുന്ന മഹബത്ത്, സ്നേഹം
എന്ന് പറയുന്നത് നമുക്ക് വലിയ ഗുണപാഠമുള്ള കാര്യമാണ്. ഗസയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദ് ഉമർ ഖത്താബ്, മസ്ജിദ് തഖ്വ, മസ്ജിദ് ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈ ജനിച്ച സ്ഥലമാണ് ഗസ. അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇടത്താവളമായി സ്വീകരിച്ച ഒരു സ്ഥലമാണ് ഗസ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു പള്ളിയുണ്ട്. ആ രണ്ട് പള്ളികളും, ആ പ്രധാനപ്പെട്ട രണ്ട് പള്ളികളും, ചരിത്ര പ്രസിദ്ധമായ രണ്ട് പള്ളികളും മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിരിക്കാൻ. ആ പള്ളി എന്ന് പറയുന്നത് പോരാളികളോടുള്ള ഖുർആനിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ തെളിവുകളായിരുന്നു. 581 ഹാഫിദുകളാണ് തൂഫാൻ ലക്സക്ക് ശേഷം മസ്ജിദ് തഖ്വയിലും മസ്ജിദ് ഷാഫിയിലും ബിരുദമേറ്റുവാങ്ങിയത്. 581 ഹാഫിദുകൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ജ്യേഷ്ഠത്തി അനുജത്തിമാരെ മുഴുവൻ ഖുർആൻ പഠിപ്പിക്കാൻ, വീട്ടിൽ നിന്ന് ഖുർആൻ പഠിപ്പിക്കാൻ ഒഫീഷ്യലായ സ്ഥാപനങ്ങളൊന്നുമില്ല. ഒട്ടുമിക്ക സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കാൻ. എന്നിട്ടും ഖുർആനിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ പള്ളിയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത ലോകത്തെ മുഴുവൻ വിശ്വാസിക്കും ഗുണപാഠമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാലയാണ് ഗസ എന്ന് പറയുന്നത്. ആ ഗസയിൽ നിന്ന് നമുക്കറിയാം, മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രക്തസാക്ഷിയാവുന്ന സമയത്ത് സുബൈ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോഴാണ് അദ്ദേഹത്തിന് വെട്ടേൽക്കുന്നത്. വെട്ടേറ്റപ്പോ അദ്ദേഹം പറയുന്നത്, ആരാണ് വെട്ടിയത് എന്ന് ചോദിക്കാൻ. അപ്പൊ ഇന്ന ആളാണ് വെട്ടിയത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ പോരാട്ടത്തിൽ വിജയിച്ചു, ഞാൻ രക്തസാക്ഷിയാവാൻ പോവുകയാണ്. അപ്പൊ രക്തസാക്ഷിത്വം വിജയത്തിന്റെ അടയാളമായി. ശത്രുക്കളുടെ ജീവിതത്തെക്കാൾ രക്തസാക്ഷിത്വത്തെ ഒരു ആഗ്രഹമായി, ഒരു ടാസ്കായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത, നിസ്തുല്യമായ സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഗസ എന്ന് പറയുന്ന പ്രദേശം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുപോലെ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രക്തസാക്ഷികളായി ലോകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, രക്തസാക്ഷികളെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ നിന്റെ യുദ്ധക്കളത്തിൽ നിന്റെ മുഴുവൻ ആയുധവും ഇല്ലാതെയായി നീ കയറിയിരുന്ന വാഹനം കുതിരയോ ഒട്ടകമായി അതും രക്തം ചിന്തി ഒടുവിൽ ആയുധങ്ങളില്ലാതെ നിസ്സംഗരായി നീ മരിച്ചു വീഴുന്നത് വരെ നീ പോരാടലാണ് ഏറ്റവും വലിയ രക്തസാക്ഷിത്വം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരനോട് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയിൽ വരെ നീ പതറാതെ നിൽക്കുക എന്ന് പറയുന്നത്, അത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകന്റെ കാലത്ത് ജീവിച്ച അർക്കം ഇബ്നു അബി അർക്കം എന്ന് പറയുന്ന സഹാബി ദാറുൽ അർക്കമിന്റെ ഉടമസ്ഥനാണ്. പ്രവാചകന്റെ ആദ്യത്തെ പാഠശാലയാണ് ദാറുൽ അർക്കം എന്ന് പറയുന്നത്. അർക്കമിനും അബി അർക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മദീനയിലെത്തിയപ്പോ പെർമിഷൻ ചോദിക്കുന്നുണ്ട് മസ്ജിദുൽ അഖ്സ സന്ദർശിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പെർമിഷൻ കൊടുത്തില്ല. കാരണം എന്താണ്? മസ്ജിദുൽ അഖ്സ സന്ദർശിച്ചാൽ പുണ്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അതിന്റെ ഓണർഷിപ്പ് മുസ്ലിങ്ങളുടെ കയ്യിൽ വരണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം സമൂഹത്തിന്റെ അധികാരത്തിന്റെയും പവർ ഷെയറിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. അത് കയ്യിലുണ്ടെങ്കിൽ ലോകത്തിന്റെ അധികാരം നിങ്ങൾക്കുണ്ട്, അത് കയ്യിലില്ലെങ്കിൽ ലോകത്ത് നിങ്ങൾ മർദ്ദിതരും പീഡിതരുമാണ്. അതുകൊണ്ടാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി പ്രവാചക തിരുമേനി മസ്ജിദുൽ അഖ്സയുടെ വിജയത്തെ ചേർത്ത് വെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലപാട് പറഞ്ഞ ലോകത്തെ ഇസ്ലാമിസ്റ്റുകളെല്ലാം, ലോകത്തെ പണ്ഡിതന്മാരെല്ലാം രക്തസാക്ഷികളാണ്, അല്ലെങ്കിൽ അവർക്ക് ദീർഘകാലം ജയിൽ കിടക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? 22,000 ജീവിതത്തിന്റെ അത്യാവശ്യ സാധനങ്ങൾ ലോകത്തെ സ്നേഹമുള്ള, കാരുണ്യമുള്ള, വാത്സല്യമുള്ള മുഴുവൻ ജനങ്ങളും ശേഖരിച്ചു വെച്ച ട്രക്കുകൾ അബ്ദുൽ ഫത്താഹ് സിസിയുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്നത് ചോദിച്ചാൽ, ആ റഫ അതിർത്തി തുറന്നുകൊടുത്ത, അതുപോലെ തന്നെ ഗസയിലെ പോരാളികളെ മറ്റു മുൻവിധികളില്ലാതെ സ്വാഗതം ചെയ്ത ഒരു പ്രസിഡന്റിനെ വിചാരണ കൂടാതെ രക്തസാക്ഷിയാക്കിയ രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. മുഹമ്മദ് മുർസി എന്ന് പറയുന്ന പ്രസിഡന്റ് രക്തസാക്ഷിയാവാനുള്ള ഒരു കാരണം ഗസയും ഫലസ്തീനും അതുപോലെ തന്നെ അവിടുത്തെ ചെറുത്തുനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ക്ലിയറായ നിലപാട് സ്വീകരിച്ചു വന്നതാണ്. അതുകൊണ്ട് ആ പ്രസിഡന്റിനെ കൊന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കിയ ആ ജനത അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ ഒരിക്കലും
ഈ അതിർത്തി തുറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് പരിചയമില്ലാത്തതാണ്, ഞങ്ങളിത് പരിചയിച്ചതാണ്. ഞങ്ങൾ എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ഉമ്മത്തിനു വേണ്ടി ഈ സമൂഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടത് ഏകദേശം 1 ലക്ഷത്തോളം ആളുകളാണ് ഇത്രയും സമയത്ത് രക്തസാക്ഷികളായിട്ടുള്ളത്. അതും തന്നെ അതിലെ ഏകദേശം 500-ലധികം ആളുകൾ പട്ടിണി കിടന്നാണ് മരിച്ചിട്ടുള്ളത്. പട്ടിണി കിടന്ന ദിവസങ്ങളോളം പട്ടിണികള്. സ്ത്രീകൾ അവിടെ കുളിക്കാൻ അവർക്ക് കഴിയുന്നില്ല, മുലയൂട്ടാൻ കഴിയുന്നില്ല. പ്രസവിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും മുലയൂട്ടാൻ കഴിയാത്ത സ്ത്രീകളാണ് ഗസയിലുള്ളത്. അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റുകളിൽ, പട്ടാള ക്യാമ്പുകളിൽ, അഭയാർത്ഥി ക്യാമ്പിൽ പ്രസവിച്ച കുഞ്ഞുങ്ങൾ രക്തം പാർന്നിട്ട് കുഞ്ഞും അതുപോലെ മാതാവും ധാരാളമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളമില്ല. UN അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഒരു ദിവസം ഒരു കുടുംബത്തിന് കൊടുക്കുന്ന വെള്ളം 1 ലിറ്റർ വെള്ളമാണ്. 1 ലിറ്റർ വെള്ളമാണ് ഒരു കുടുംബത്തിന്റെ റേഷൻ എന്ന് പറയുന്നത്. ഒരാഴ്ച 5 ലിറ്റർ വെള്ളമാണ്. അങ്ങനെ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, അതുപോലെ ഏതെങ്കിലും ഒരു അത്തിപ്പഴമോ ഒലീവ് കായോ ഒരു കുബൂസിന്റെ കഷ്ണമോ മാത്രം ഭക്ഷണമായി ശേഖരിച്ചുകൊണ്ടാണ് അവർ തങ്ങളുടെ പോരാട്ടവും ചെറുത്തുനിൽപ്പും നടത്തുന്നത്. അപ്പൊ സർവായുധ സജ്ജരായിട്ടുള്ള ഒരു പോരാട്ടമല്ല. വിശ്വാസങ്ങൾ ലോകത്ത് അത്ഭുതങ്ങൾ തീർക്കും എന്ന് ചരിത്രത്തിലും അതുപോലെ തന്നെ കഥകളിലും മാത്രം വായിച്ചവർ വിശ്വാസങ്ങൾ അത്ഭുതങ്ങൾ തീർക്കുമോ എന്ന് ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് കൺകുളിർക്ക കാണാൻ പറ്റുന്ന ദേശമാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ആ ഏറ്റവും വലിയ ശക്തിയുള്ള ആയുധം എന്ന് പറയുന്നത് അവിടെ വിശ്വാസമാണ്, അവിടെ ആദർശമാണ്, അവിടെ നിശ്ചയദാർഢ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ നൽകുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ അവരുടെ തന്നെ മുദ്രാവാക്യം ഇമ്മൻ നസ്ർ അവി ഷഹാദ എന്നാണ്. ഒന്നെങ്കിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എന്നാണ്. അങ്ങനെ ജീവിച്ച ആളുകളാണ് അതിന്റെ നേതാക്കന്മാരെല്ലാം. അങ്ങനെ ജീവിച്ച ആളുകളാണ്. തങ്ങളുടെ ജീവന് മറ്റുള്ള ആളുകളുടെ ജീവനും ഒരുപോലെ മനസ്സിലാക്കിയ ഭരണാധികാരികളാണ്. തങ്ങളെ ജനം തെരഞ്ഞെടുത്ത് പ്രധാനമന്ത്രിയായ ഇസ്മായിൽ ഹനിയ ഗസയിലെ ജനങ്ങളോട് നടത്തുന്ന പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ആളോട് പറഞ്ഞു, നിങ്ങളെല്ലാം ഇനി നിങ്ങളുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് ഗസയിൽ ഏറ്റവും സെൻട്രൽ പോയിന്റിലായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് തിരസ്കരിച്ചുകൊണ്ട് ഖാൻ യൂനിസിൽ അഭയാർത്ഥി ക്യാമ്പ് തന്നെയാണ് തന്റെ വസതി എന്ന് സ്ഥിരീകരിച്ച ആളാണ് ഷെയ്ഖ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത്. അദ്ദേഹം തന്റെ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്മായിൽ ഹനിയയുടെ മക്കളാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരും. ഈ അഭയാർത്ഥി ക്യാമ്പിൽ, ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ, അവനുള്ള ഒരു പരിഗണനയിൽ കവിഞ്ഞ ഒരു പരിഗണനയും നിങ്ങൾക്ക് ഗസയിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ മാത്രം ജീവിച്ച്, ലോകത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ജീവിച്ച് രക്തസാക്ഷിത്വത്തെ എല്ലാ ദിവസവും വാതിൽ തുറക്കുമ്പോൾ സ്വാഗതം ചെയ്ത്, അതുപോലെ തന്നെ രക്തസാക്ഷിത്വം വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസാരമാക്കി രക്തസാക്ഷിയാക്കണേ എന്ന് എല്ലാ നമസ്കാരങ്ങളിലും പ്രാർത്ഥിച്ച് അങ്ങനെ രക്തസാക്ഷിത്വം ചോദിച്ചു വാങ്ങിയ ലോകത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഖായിദു തുഫാൻ ഷെയ്ഖ് മർഹൂം ഷഹീദ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ലോകത്ത് അതുല്യമായ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വത്തിന്റെ കീഴിൽ പ്രഭചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യരുടെ കഥകളാണ് ഗസയിൽ. ഓരോ മനുഷ്യരും അഡ്വക്കേറ്റ് അബൂ ഫിറാസുമാരാണ്, ഓരോ മനുഷ്യരും ഈമാൻ ബഗൂത്തിമാരാണ്, അതുപോലെ തന്നെ ഓരോ മനുഷ്യരും മുഹമ്മദ് ഹാലകളാണ്, ഓരോ മനുഷ്യരും മുഹമ്മദ് ജമാൽ അബൂദുറകളാണ്, ഓരോ മനുഷ്യരും അബൂ ഇബ്രാഹിം യഹ്യ സിൻവാറാണ്. ഓരോരുത്തർക്കും പ്രത്യേക കഥകളുള്ള, ഓരോക്കും പ്രത്യേകം കഥകളുള്ള ജനതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. 1400 മുമ്പുള്ള അബ്ദുല്ലാഹിബ്നു റവാഹയെയും അനസുബിൻ നദറിനെയും മുസ്അബ് ബിൻ ഉമൈറിനെയും അതുപോലെ തന്നെ അബൂ ഉബൈദ് അൽ ജറാഹിനെയും മുആദ് ബിൻ ജബലിനെയും സഅദ് ബിൻ മുആദിനെയും എല്ലാം ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അത് പടച്ച തമ്പുരാൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒറ്റ സ്ക്രീനിലായി ഈ മുഴുവൻ സഹാബികളുടെയും ജീവചരിത്രം ഒരു കുറവുമില്ലാതെ ഒരു ജനതയുടെ ആത്മസാക്ഷാത്കാരത്തിന് 1400 വർഷത്തിന്റെ നിശ്ചയദാർഢ്യം മൂലധനമായി സ്വീകരിച്ച ഒരു ജനതയെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ജനത ഒരു പരീക്ഷണമാണ്.
ആ ജനത ഒരു അനുഗ്രഹവുമാണ്. കാരണം നിങ്ങളും ഞാനും നയിക്കേണ്ട ഒരു പോരാട്ടം, നിങ്ങളും ഞാനും എല്ലാവരും പങ്കാളികളാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ്. ഏതാ നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ട ഈ പോരാട്ടത്തിന്റെ പ്രത്യേകത. ലോകത്ത് വിശ്വാസപരമായ തലമുണ്ട്, രാഷ്ട്രീയമായ തലമുണ്ട്, സാമൂഹികവും ഭൂമിശാസ്ത്രവുമായ തലമുണ്ട്. എല്ലാം ഉള്ളടങ്ങിയ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ദുർബലരായ ഒരു ജനത, അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള റബ്ബിന്റെ ഗിഫ്റ്റിനു വേണ്ടി പ്രതിബദ്ധതയോടുകൂടി ത്യജിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളെ അവരെ നെഞ്ചോട് ചേർത്ത് വെക്കാതിരുന്നാൽ, അവർക്ക് വേണ്ടി ഒരു വരിയെങ്കിലും പ്രാർത്ഥന നമ്മൾ നീക്കി വെക്കാതിരുന്നാൽ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് സമയമില്ലാതെ ആയി തീർന്നാൽ, ആ ജനതയെ ഓർക്കാൻ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നമ്മൾ നീക്കി വെക്കാതിരുന്നാൽ, ലോകത്തെ ഏറ്റവും വലിയ അനീതിയുടെയും അക്രമത്തിന്റെയും പ്രചാരകരുടെ കൂടെ ചേരാൻ നമ്മളും ബാധ്യസ്ഥരായി പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശ്വാസമില്ലാത്ത മനുഷ്യാവകാശത്തിന്റെയും പൗരാവകാശത്തിന്റെയും എല്ലാ പോരാട്ടങ്ങളുടെയും മുൻപന്തി നിൽക്കുന്ന മനുഷ്യന്മാർ മുഴുവൻ ആ ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ അതുപോലെ തന്നെ നമുക്കറിയാം, യൂറോപ്പിന്റെ ചരിത്രമൊക്കെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഏറ്റവും കൂടുതൽ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്പിലെ ക്യാമ്പസുകളുമാണ്. അമേരിക്കയിലെ പ്രസിദ്ധമായ ക്യാമ്പസുകളാണ്. ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു പ്രൊഫസർ ക്ലാസ്സിൽ വന്നാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും കുട്ടികൾ മുന്നിൽ എഴുന്നേറ്റ് പോവുകയാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ ഇരിക്കാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ ദേഹത്ത്, നിങ്ങളുടെ വസ്ത്രത്തിൽ, നിങ്ങൾ വാങ്ങുന്ന സാലറിയിൽ, നിങ്ങളുടെ വാക്കുകളിൽ ഫലസ്തീനിലെ നിരപരാധികളുടെ ചോരയുണ്ടെന്ന് പറയുന്നവർ അമേരിക്കക്കാരാണ്, യൂറോപ്യൻസാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ, ഫലസ്തീനെ ചേർത്ത് പിടിക്കുന്ന പ്രക്ഷോഭങ്ങൾ നടന്നത് UK-യിലും ഓസ്ട്രേലിയയിലുമാണ്. അങ്ങനെയുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ആളുകൾ, ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണ് ടെന്റ് കെട്ടി സമരം ചെയ്തത്. കൊളംബിയൻ സർവകലാശാലയിൽ, പ്രസിദ്ധമായ സർവകലാശാലയിൽ വീട്ടിലേക്ക് പോവാതെ ക്യാമ്പ് ചെയ്ത് ക്യാമ്പസുകളിൽ സമരം ചെയ്തത് ഈ ചെറുപ്പക്കാരാണ്. ഈ സമരത്തെ ലോകം ചേർത്ത് പിടിക്കുമ്പോ ആ സമരത്തോട് എല്ലാ അർത്ഥത്തിലും ഐക്യദാർഢ്യപ്പെടാൻ ബാധ്യതപ്പെട്ട ആളുകൾ നിസ്സഹായരായി, നിസ്സംഗരായി, ഞങ്ങളുടെ ഒരു ഭാഗമല്ല എന്ന വിചാരത്തിൽ ജീവിക്കുമ്പോ നമ്മളൊരു അക്രമത്തിന്, അനീതിക്ക് കൂട്ടുനിൽക്കുകയാണ്. ഫലസ്തീനിലെ ഓരോ കുട്ടിയുടെയും മരണത്തിൽ നമ്മളും അറിയാതെ ഉത്തരവാദികളായി പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കവരെ ചേർത്ത് പിടിക്കാം. രക്തസാക്ഷിത്വം കൊണ്ട് ഭക്ഷണം അന്യമായി നിൽക്കുന്ന ജനത, എല്ലാ സഹായങ്ങളും ലോകം അടച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ അവരുടെ നിശ്ചയദാർഢ്യവും വിശ്വാസവും ആദർശവും ആയുധ സംഭരണമായി ശേഖരിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായ ഒരു സൈനിക ശക്തിയോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക മേധാവി ഇന്നലെ പറഞ്ഞ എന്താണ്? നമ്മള് അവരോട് ചർച്ച നടത്തണം, ഈ പോരാട്ടം വ്യാപിപ്പിക്കരുത്, ഗസയിലേക്ക് നടത്തുന്ന ഗസ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് പറയുന്നത് പുറത്തുള്ള രാജ്യങ്ങളല്ല, ഇതിന് നേതൃത്വം നൽകുന്ന സേനാ നായകന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഈ പോരാട്ടം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് ധാർമ്മികവും ആഭ്യന്തരവുമായ പ്രതിസന്ധികളുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് വലിയ വലിയ പ്രതിസന്ധികളുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നീതിയും ധർമ്മവും സത്യവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോ ഇതിന്റെ ഒരു ലാഞ്ചന പോലും തൊട്ടു തീണ്ടാത്ത മനുഷ്യാവകാശവും പൗരാവകാശത്തിന്റെയും ഹോൾസെയിൽ ഡീലർമാരായ ആളുകൾ അവർ പറയുന്ന എന്താണ്? ഞങ്ങളാണ് ലിബറേഷൻ തിയറി, അല്ലെങ്കിൽ ഞങ്ങളാണ് ലിബറലിസത്തിന്റെ ഏറ്റവും വലിയ വക്താക്കൾ എന്നാണ്. ഇസ്രായേൽ ആർമിയുടെ പേര് തന്നെ റെയിൻബോ ആർമി എന്നാണ്. എന്ന് പറഞ്ഞാൽ LGBTQ പോലത്തെ സിദ്ധാന്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആർമിയാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ലിബറലിസം ലോകത്ത് സമാധാനവും അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനവും ഡെമോക്രസിയും ഒക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നത് പറയുമ്പോൾ ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരതയാണ് ഇസ്രായേലിന്റെ റെയിൻബോ ആർമി ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ശരീരങ്ങളുടെ അവയവങ്ങൾ മുറിച്ചെടുത്ത് വിൽക്കുന്നത് മുതൽ മനുഷ്യ ശരീരങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ബിസിനസ് മാഫിയകൾ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ദിനംദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഐക്യരാഷ്ട്രസഭയുടെ കരാറുകൾ പിച്ചിച്ചീന്തി എറിഞ്ഞ ആളുകൾ, ആ ആളുകളെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇത് അവസാനത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഗസ പിടിച്ചടക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ല. ഇത് നമുക്കറിയാം, ഇത് നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമാണ്. ഈ ചരിത്രത്തിൽ ഏറ്റവും വിജയം കാണുന്നത് വരെയുള്ള ഒരു നിർണായകമായ പോരാട്ടത്തിന് അതിന്റെ ആദ്യത്തെ കൊളുത്തിയ ആളുകൾ, ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയവരാരാണെന്ന് ചരിത്രം എഴുതി പരിശോധിച്ചു നോക്കുമ്പോ, ചരിത്രത്തിന്റെ പുസ്തകങ്ങൾ മറിച്ചു നോക്കുമ്പോ
അതിൽ കാണാവുന്ന പേരുകളാണ് ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ പേരുകളും. അതിന് നേതൃത്വം നൽകിയവരാണ് ഈ പറഞ്ഞ മനുഷ്യന്മാരെല്ലാവരും. അവരെ ചേർത്ത് പിടിച്ചവരും അവരെ ഒറ്റുകൊടുത്തവരും അവർക്കെതിരെ നിന്നവരും അവരെ ഭക്ഷണം കിട്ടാതെ നിലവിളിച്ച സന്ദർഭത്തിൽ ആ നിലവിളി കേൾക്കാതെ മുഖം തിരിച്ച ആളുകളും ആരാണ്? ഓരോരുത്തരെയും ചരിത്രം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നീതിബോധമുള്ള പോരാട്ടത്തോട് ചേർന്ന് നിന്നവരാണെന്ന് പറയാൻ നമുക്ക് നമ്മുടെ മനസാക്ഷിയോട്, അല്ലാതെ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയതുകൊണ്ട് ഐക്യദാർഢ്യപ്പെട്ടതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു നാളെ യുദ്ധം നിർത്തില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളോടൊരു ബാധ്യതയുണ്ട്, എനിക്ക് എന്നോടൊരു ബാധ്യതയുണ്ട്. ആ വിശ്വാസപരവും ധാർമ്മികമായ ബാധ്യതയുടെ ഭാഗമാണ്, അത് നിർവഹണത്തിന്റെ ഭാഗമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ബാധ്യത നിർവഹിക്കാൻ എല്ലാ സമയത്തും നമ്മൾ സന്നദ്ധരാവുക. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജനതക്ക് ഏറ്റവും ആത്മാഭിമാനമുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് നമ്മൾ ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ നമസ്കാരങ്ങളിലെ പ്രാർത്ഥനകളിൽ, നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളിലെല്ലാം അവരുണ്ടാവും. കാരണം ലോകത്ത് പോരാളികളുടെ നേതാവ് അബൂ ഉബൈദ അദ്ദേഹം എഴുന്നേറ്റെന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ എന്ന് പറയില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. കിട്ടാവുന്ന വേദിയിലെല്ലാം നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയൂ. വേറൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഞങ്ങൾ പോരാട്ടത്തിന് സന്നദ്ധരാണ്. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന, ധാർമ്മികമായ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് അദ്ദേഹം നിരന്തരം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്നത്തെ കാലത്ത് ഒരു വിശ്വാസി പ്രാർത്ഥനയ്ക്ക് കൈ ഉയർത്തിയാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് ഒരു വരിയെങ്കിലും ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അതൊരു നന്ദികെട്ട പ്രാർത്ഥനയാണ്. സ്വന്തം മാതാപിതാക്കളെ ഓർക്കുന്ന പ്രാർത്ഥന പോലെയാണ് ആ മനുഷ്യരെ ഓർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രാർത്ഥനയിൽ ഏറ്റവും മോശപ്പെട്ട പ്രാർത്ഥന മാതാപിതാക്കളെ ഓർക്കാത്ത പ്രാർത്ഥനയാണ്. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഏറ്റവും മോശപ്പെട്ട പ്രാർത്ഥന ഗസയിലെ ആ ജനങ്ങളെ ഓർക്കാത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദിവസത്തിൽ ഒരു സമയമെങ്കിലും ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കണം. അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ നീക്കിവെക്കണം. അനസ് ബിൻ നദറുമാരെ, മുസ്അബ് ബിൻ ഉമൈറുമാരെല്ലാം നമുക്കൊരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല രംഗപ്രവേശനം ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. കണ്ടുപഠിക്കൂ, നിങ്ങൾ കണ്ടുപഠിക്കൂ. ഏറ്റക്കുറച്ചിലില്ലാത്ത വിശ്വാസദാർഢ്യത്തിന്റെ പ്രതീകങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവരോട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായി രേഖപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ധാരാളമായി നിർലോഭമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൺകുളിർമയുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അവരുടെ ഇസ്സത്തിന് വേണ്ടി മാത്രമല്ല, അവർ ലോകത്തിന്റെ മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ വിശ്വാസികളുടെയും ഇസ്സത്തിന് വേണ്ടി ഏറ്റവും ബലപിടിപ്പുള്ള ജീവൻ ത്യജിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ പോരാട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് നീ ഏറ്റവും ഉന്നതമായ വിജയം നൽകി, സബർ നൽകി, ഇസ്തിഖാമത്ത് നൽകി നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ രക്തസാക്ഷിത്വം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർ നടത്തുന്ന പോരാട്ടത്തിന്റെ ഓരോ ചലനങ്ങളെയും നിന്റെ അടുക്കൽ ഇരട്ടി പ്രതിഫലങ്ങളുള്ള കർമ്മങ്ങളായി സ്വീകരിക്കണേ അല്ലാഹ്. അവരൊഴുക്കിയ രക്തത്തിന്റെ ഫലം ഈ നൂറ്റാണ്ടിന് മുമ്പ്, ഞങ്ങളൊക്കെ കണ്ണെടുക്കുന്നതിന് മുമ്പ് ജൂതന്റെ വിലങ്ങുകളില്ലാതെ നിന്റെ മൂന്നാമത്തെ ഹറമായ മസ്ജിദുൽ അഖ്സയിൽ സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം ഈ ഉമ്മത്തിന് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ ഗുണപാഠമുള്ള, ലോകത്തെ മുഴുവൻ ജനതകളെയും കണ്ണു തുറപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന വിജയങ്ങൾ ചരിത്രത്തിൽ ആവർത്തിച്ചവനാണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ആ ദൈവം തമ്പുരാന്റെ നടപടിക്രമത്തിന് ഒരു മാറ്റവും നിനക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ മാറ്റങ്ങളില്ലാത്ത നടപടിക്രമത്തിന് ശക്തിയാണ് അല്ലാഹുവേ. നീ ഈ ജനതയെ ഏറ്റവും ഗുണപാഠമുള്ള രീതിയിൽ, ലോകത്തെ ഏറ്റവും ഗുണപാഠമാവുന്ന രീതിയിലുള്ള വിജയം നൽകി അവരുടെ ശത്രുക്കളെ ലോകത്തിന് ഗുണപാഠമാകുന്ന രീതിയിൽ പരാജയപ്പെടുത്തി ആ ജനതയെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ജനതയാണ് അവർ. അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ. അല്ലാഹുവേ, നീ അവരെ സഹായിക്കണേ അല്ലാഹ്. ഭക്ഷണം തടഞ്ഞപ്പോ ഖന്തക്കിൽ വയറ്റിൽ കല്ലുവെച്ച് കെട്ടിയ ജനതക്ക് നിർലോഭം ഭക്ഷണം നൽകിയവനാണ് നീ. സർവസന്നാഹങ്ങളും എല്ലാ ഭാഗങ്ങളിലും വളഞ്ഞാക്രമിച്ച സന്ദർഭത്തിൽ ഒരു ജനതക്ക് നീ മാത്രം കാവലായി യുദ്ധം ലോക ചരിത്രത്തിൽ പഠിച്ചവരാണ് ഞങ്ങൾ. അങ്ങനെ നീ കാവലായി, നീ ജയിപ്പിച്ച, നീ നിന്റെ മാർഗത്തിൽ അസുലഭമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിച്ച ജനതയുടെ കഥകൾ ലോകത്തെ ചരിത്രത്തിലെമ്പാടുമുണ്ട്. നീ മാത്രം കാവലായ ഒരു ജനതയാണ് ഗസയിലുള്ളത്.
ഞങ്ങൾ നിസ്സഹായരാണ്, ഭാവികളാണ്. ഞങ്ങൾക്ക് അവരെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങളെ നീ പിടികൂടല്ല അല്ലാ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. അള്ളാഹുവേ, അവർക്ക് ഏറ്റവും നല്ല വിജയം നൽകി, ആശ്വാസം നൽകി, അവരുടെ വിശപ്പിന് പരിഹാരം നൽകി നീ അവരനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളിലും ഇടപാടുകളിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും നിന്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നീ നിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാക്കണേ അല്ലാ. നിന്റെ കോപമുള്ള, നിന്റെ ഇഷ്ടമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകല്ല. നിന്റെ തൃപ്തിയുള്ള സമ്പത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളെല്ലാ ഇടപാടുകളിലും നിന്റെ പ്രീതി നീ നിർലോഭം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണേ അല്ലാ. അവരിൽ നിന്ന് നിന്നിലേക്ക് യാത്ര പോയ ആളുകൾ, സഹോദരന്മാർ, സഹപ്രവർത്തകർ, അവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ചേർത്ത് വെക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാരുണ്ട്, അവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആസാമിലുണ്ട്, ബീഹാറിലുണ്ട്, അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളായതിന്റെ പേരിൽ സവിശേഷമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അള്ളാഹുവേ, അവർക്ക് നീ മോചനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഇ ലനാ മിൻ അംരിനാ റശദ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ واجعلنا للمتقين إماما اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وغلبة الدين وقهر الرجال اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين وأذل الشرك والمشركين وأذل النفاق والمنافقين اللهم دمر أعداءنا وأعداءك وأعداء الدين اللهم دمر أعداءنا وأعداءك وأعداء الدين اللهم انصر إخواننا المستضعفين في غزة اللهم انصر إخواننا المجاهدين في فلسطين اللهم انصرهم نصرا عزيزا اللهم انصرهم نصرا كاملا اللهم عجل بنصرهم يا قوي يا قهار اللهم يا منقذ موسى من فرعون ويا منقذ يونس من بطن الحوت اللهم يا منقذ يوسف من غيابة الجب اللهم انقذ بلاد المسلمين من أيدي اليهود المعتدين اللهم انقذ بلاد المسلمين من أيدي اليهود الظالمين اللهم دمر اليهود وأعوانهم اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم يا ذا الجلال والإكرام اللهم ارحم والدينا كما ربيانا صغارا اللهم ارحم والدينا كما ربيانا صغارا اللهم ارحم والدينا كما ربيانا صغارا اللهم ربنا تقبل دعانا ولا ترد أيدينا خائبين خاسئين اللهم تقبل منا مع عبادك الصالحين وجندك الغالبين وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين.